മണി മേക്കിംഗ് ചെയ്യാൻ പറ്റിയ പ്ലാറ്റ്ഫോം പറഞ്ഞു തരുമോ എനിക്ക്? പിന്നെന്ത്, ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഇതിനെപ്പറ്റിയുള്ള ഒരു സംശയവും ആർക്കും ഞാൻ വെച്ച് ഉറപ്പിക്കില്ല. വൺ സെക്കൻഡ്, വെൽക്കം ബാക്ക് ടു. ഈ 18 വയസ്സിന് താഴോട്ടുള്ള പിള്ളേർ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നതാണ്. അവർക്ക് ഈ ഒരു മണി മേക്കിംഗ് മൈൻഡ് സെറ്റ് ഉണ്ട്. പക്ഷേ എങ്ങനെ തുടങ്ങണം? കാരണം അവർ ലീഗലി അവർ എലിജിബിൾ അല്ല. അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ. അതുകൊണ്ട് അവർക്ക് എങ്ങനെ ചെയ്യണം ഇതിനെപ്പറ്റി ഒരു വ്യക്തമായിട്ടുള്ള ധാരണ അവർക്കില്ല. ഇതിനെപ്പറ്റിയുള്ള ഒരു കംപ്ലീറ്റ് ഫുൾ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. സോ എല്ലാത്തിൻ്റെയും സൊല്യൂഷൻസ് എൻ്റെ കയ്യിലുണ്ട് ഇങ്ങനത്തെ കാര്യത്തിൽ. അപ്പൊ ഈ 15, 16, 17 വയസ്സുള്ള ഈ ഒരു ടൈമാണ് നിങ്ങൾ ബെസ്റ്റ് ടൈം എന്ന് ഞാൻ പറയും. കാരണം വെച്ചാൽ ഈ ഒരു ടൈമിൽ നിങ്ങൾ പഠനത്തോടൊപ്പം എന്തെങ്കിലും ഒരു സ്കില്ല് പഠിക്കുക എന്നുള്ളതാണ്. ഈവൻ എഡിറ്റിംഗ് ആയിക്കോട്ടെ, ഗ്രാഫിക് ഡിസൈനിങ് ആയിക്കോട്ടെ, ഈവൻ സ്പോർട്സിൽ എന്തെങ്കിലും ഒരു സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇതുവഴി നിങ്ങൾ അത് നല്ല രീതിയിൽ ഗ്രോ ആയിട്ട് വളർത്തിക്കൊണ്ട് വരിക എന്നുള്ളത്. എനിക്ക് അത് വെച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. അതിലൊന്ന് ഫ്രീലാൻസിങ് ആണ്. ഫ്രീലാൻസിങ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്രാഫിക് ഡിസൈനിങ്, എഡിറ്റിംഗ്, ഇതുപോലെ നിങ്ങൾ സ്കില്ലായിട്ടുള്ള ഒരു പേജ് ഇൻസ്റ്റയിലോ എവിടെയെങ്കിലും ഒരു പേജ് സോഷ്യൽ മീഡിയ പേജ് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾ സ്കിൽഡ് ആയിട്ടുള്ള എഡിറ്റിന് അതിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആരെങ്കിലും ഒക്കെ എൻക്വയറി നടത്തും. എൻ്റെ കയ്യിലുള്ള രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ആസ് യൂഷ്വൽ നിങ്ങൾ ആ ഒരു സ്കില്ല്, അല്ലെങ്കിൽ സ്കില്ല് എന്ന് പറയുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഗ്രാഫിക് ഡിസൈനിങ് അങ്ങനത്തെ സ്കില്ലല്ല. രണ്ടാമത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ അഡീഷണൽ ആയിട്ട് ടീച്ചിങ് സ്കില്ല് ഉണ്ടെങ്കിൽ അതൊന്നാമത്തത്. അല്ലെങ്കിൽ ഏതെങ്കിലും ലാംഗ്വേജ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് പൈസ നേടാൻ വേണ്ടി സാധിക്കും. ഈവൻ ഇതല്ല, നിങ്ങൾക്ക് സുഖമായിട്ട് ഇങ്ങനെ ഓരോ ഘട്ടങ്ങളായിട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് നേടാൻ പറ്റും. ഇപ്പൊ ഈ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കരോട്ട അറിയാം. നിങ്ങൾക്ക് കരോട്ടയ്ക്ക് അത്യാവശ്യം ബ്ലാക്ക് ബെൽറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഒരു ട്രെയിനിങ് ക്യാമ്പ് പോലെ തുടങ്ങി അതുവഴി നിങ്ങൾക്ക് ഒരു ഏണിങ്സ് ഉണ്ടാകാം. ഇതൊക്കെ പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. മനസ്സിലല്ലേ? ഈ ഒരു ഏജിൽ ഈവൻ നിങ്ങൾ 18 കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രോപ്പ് ഷിപ്പിംഗ്, അതേപോലെ തന്നെ ആമസോൺ അഫിലിയേറ്റഡ് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തു വരാൻ പറ്റുള്ളൂ. ഈവൻ ഫുൾ ടൈം ആയാലും പാർട്ട് ടൈം ആയിട്ടും ആക്റ്റീവായിട്ടും പാസീവായിട്ടും നിങ്ങൾക്ക് നേടാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള മെയിൻ ആയിട്ടുള്ള റീസൺസ് ആണ് ഈ ഒരു ഏജ് ഗ്യാപ്പിന്റെ ഇടയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. സോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു കാര്യം നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്യുക. സി ഈ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ടീനേജ് വരെയുള്ള ആ ഒരു കാലം നിങ്ങൾ പഠനത്തോടൊപ്പം നിങ്ങൾ ഓക്കെ ലൈഫൊക്കെ എൻജോയ് ചെയ്യുക. അതിൻ്റെ കൂടെ ഇത്തരത്തിലുള്ളൊരു ചെറിയൊരു സ്കിൽ ഒരു മണിക്കൂർ 2 മണിക്കൂർ മാറ്റി വെച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് ഭാവിയിൽ നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അത് വെച്ചും നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് മറ്റൊരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. സോ എന്തായിരുന്നാലും ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. സോ എന്തായിരുന്നാലും നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടുവെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ടും കാണില്ല. അഥവാ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റിലൂടെ അറിയിച്ചാൽ മതി. ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. സോ അടുത്ത വീഡിയോ കാണുന്നത് ബൈ ഫ്രം ഗ്രോ വിത്ത് അഷി.